അതിന്റെ കാരണവും ഭവതിക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പൊ നമുക്ക് ഹോട്ടലിലേക്ക് പോകാം. അയാൾ ഇരുവശങ്ങളിലേക്കും കണ്ണയച്ചു. അല്പം അകലെയായി രണ്ടുപേർ അവരെ തന്നെ ശ്രദ്ധിച്ചിരിക്കുന്നത് പോലെ അയാൾക്ക് തോന്നി. അയാൾ കുറെ കൂടി നിഴലിലേക്ക് നീങ്ങിയിരുന്നു. അവർ വളരെ മർമ്മപ്രധാനമായ ഏതോ സംഗതികളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഒരുപക്ഷെ നമുക്ക് അവരെയും കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ലഭിക്കാതിരിക്കുകയില്ല. അവരെ ഭവതി ആദ്യം പിന്തുടരണം. യാതൊരു സംശയവും തോന്നരുത്. പുഷ്പരാജ് സൗദാമിനിക്ക് നിർദ്ദേശം നൽകി. അല്പം കഴിഞ്ഞപ്പോൾ സ്ത്രീയും പുരുഷനും എണീറ്റു. ഗേറ്റ് കടന്ന് റോഡിലിറങ്ങി നടന്നു. സൗദാമിനി അവരെ പിന്തുടർന്നു. ഡിറ്റക്റ്റീവ് പുഷ്പരാജ് സൗദാമിനി അറിയാതെ പാതവക്കലുള്ള തണൽമരങ്ങളുടെ ഇരുളിൽ കൂടി അവരെ മൂന്നുപേരെയും അനുഗമിച്ചു. ഹോട്ടൽ സൈക്കോയുടെ മുന്നിലെത്തിയപ്പോൾ രണ്ടുപേരും നിന്നു. യുവതി ചിരപരിചിതയെപ്പോലെ കൗണ്ടറിൽ ചെന്നു. കൗണ്ടറിൽ നിന്നിരുന്ന ചെറുപ്പക്കാരനോടെന്തോ അടക്കം പറഞ്ഞ ശേഷം രണ്ടുപേരും ലിഫ്റ്റിൽ നിന്നു. ലിഫ്റ്റ് മുകളിലേക്ക് ഉയർന്നുകൊണ്ടിരുന്നപ്പോൾ സൗദാമിനി ചെറുപ്പക്കാരനോട് യാതൊന്നും സംസാരിക്കാതെ മേശപ്പുറത്ത് കിടന്നിരുന്ന ബുക്ക് മറിച്ചു നോക്കിക്കൊണ്ടിരുന്നു. പുഷ്പരാജ് ഹോട്ടലിലേക്ക് കയറി വരുന്നത് കണ്ട ഉടനെ സൗദാമിനി താഴേക്കിറങ്ങി വന്ന നിശ്ചലമായ ലിഫ്റ്റിൽ കയറി നിന്നു. അവളെ പരിചയമുള്ള ഭാവം പോലും പ്രകടിപ്പിക്കാതെ അവളുടെ അടുത്തായി കയറി നിന്നു. ലിഫ്റ്റ് മുകളിലേക്ക് ഉയർന്നു. അവർ റൂം നമ്പർ 23 റിസർവ് ചെയ്തിരിക്കുന്നത്, സൗദാമിനി പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവരെക്കുറിച്ച് നമുക്ക് യാതൊന്നും കൂടുതൽ അറിയുവാൻ സാധ്യമല്ല, പുഷ്പരാജ് അഭിപ്രായപ്പെട്ടു. ഓ, ഞാൻ റൂം നമ്പർ 24 ബുക്ക് ചെയ്തിട്ടുണ്ട്, സൗദാമിനി 2ാം നിലയിലെത്തിയപ്പോൾ പറഞ്ഞു. നന്നായി. അവരുടെ സംസാരം നമുക്ക് എങ്ങനെയെങ്കിലും റെക്കോർഡ് ചെയ്യണം. പുഷ്പരാജ് തന്റെ ടേപ്പ് റെക്കോർഡർ എടുത്ത് അതിന്റെ പിൻവശം തുറന്ന് കാഴ്ചയിൽ ഒരു പാറ്റയുടെ ആകൃതി തോന്നിക്കുന്ന ഒരു മൈക്രോഫോൺ എടുത്ത് ട്വൈനിന്റെ വലുപ്പത്തിലുള്ള വയർ അഴിച്ചെടുത്ത് കുളിമുറിയുടെ മുകളിൽ കൂടി അടുത്ത മുറിയിലേക്കിട്ടു. 12 അടി ചുറ്റളവിലുള്ള ഏത് നേരിയ ശബ്ദത്തെയും ഉൾക്കൊള്ളാൻ കഴിവുള്ള ആ സ്വീകരണ യന്ത്രം അദ്ദേഹം പ്രവർത്തിപ്പിച്ചു. ആ സ്ത്രീയെ ഇതിനു മുമ്പ് ഭവതി പരിചയപ്പെട്ടിട്ടുണ്ടോ? പുഷ്പരാജ് താണ സ്വരത്തിൽ ചോദിച്ചു. എവിടെയോ വെച്ച് ഞാൻ അവരെ കണ്ടിട്ടുണ്ട്. പക്ഷേ അവർ ഒരു കമ്പനിയുടെ പേര് പറഞ്ഞല്ലോ. അത് സംശയാസ്പദമായ ഒരു സ്ഥാപനമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, തിരികെ വരുന്ന ഡാമേജ് ചരക്കുകൾ തീർച്ചയായും പലവർഗ്ഗങ്ങളായിരിക്കുകയില്ല. പുഷ്പരാജ് ഒരു സിഗരറ്റ് കൊളുത്തി. യന്ത്രം പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചു. അതെന്താണ്? മിക്കവാറും എന്തെങ്കിലും കള്ളക്കടത്ത് വസ്തുക്കളായിരിക്കും. ഭാരത്തിന് വ്യത്യാസം വരാതെ സ്വർണമോ വാച്ചുകളോ അതിൽ മറച്ചു വെച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഒരു പെട്ടി ഞാൻ അടുത്ത കാലത്ത് കണ്ടുപിടിക്കുകയുണ്ടായി. അതിനുള്ളിൽ സ്വർണ്ണ ബിസ്ക്കറ്റുകൾ അടക്കം ചെയ്തിരുന്നു. സമയം 8 കഴിഞ്ഞു. നമുക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ? അവർ സംസാരിക്കട്ടെ. പുഷ്പരാജ് സൗദാമിനിയെ ക്ഷണിച്ചു. അവർ രണ്ടുപേരും മുറി അടച്ച് പുറത്തു വന്നു. സർ, ഹോട്ടൽ ബോയ് അടുത്തു വന്നു. എന്താണ്? പുഷ്പരാജിന് അവരെ പരിചയമുണ്ടായിരുന്നു. ഇന്ന് ക്യാബറ ഉണ്ട് സർ. ഒരു ഇറ്റാലിയൻ താരമാണ്. സാറിന് റിസർവ് ചെയ്തിട്ടുണ്ട്, അവൻ അറിയിച്ചു. അവന്റെ സംസാരത്തിൽ എന്തെങ്കിലും പ്രാധാന്യമുള്ള വസ്തുത അടങ്ങിയിരിക്കുന്നതായി പുഷ്പരാജ് ഊഹിച്ചു. അവനെ പലതരത്തിലും സ്വാധീനിച്ച് പുഷ്പരാജ് തന്റെ വശത്താക്കിയിരുന്നു. ഒരിക്കൽ ഹോട്ടൽ സൈക്കോയിൽ ഒരു നർത്തകിയുടെ മൃതശരീരം നഗ്നമായി കുളിമുറിയിൽ കിടന്നു. ആ കേസിൽ പ്രതിയായി കേസ് ചാർജപ്പെട്ടത് അവന്റെ ചുമലിലായിരുന്നു. അവൻ പുഷ്പരാജിനെ കണ്ട് യഥാർത്ഥ വിവരങ്ങൾ ധരിപ്പിച്ചു. അവന്റെ സംസാരത്തിലും ഭാവത്തിലും അവൻ നിരപരാധിയാണെന്ന് അദ്ദേഹത്തിന് തോന്നി. പ്രത്യേക താല്പര്യത്തോടെ അദ്ദേഹം ആ കേസിനെ കുറിച്ച് അന്വേഷണം നടത്തി. അന്ന് ആ ഹോട്ടലിന്റെ വിവിധ മുറികളിലായി താമസിച്ചിരുന്ന 3 കപ്പൽ ജോലിക്കാരാണ് ആ കൃത്യത്തിന് ഉത്തരവാദികളെന്ന് അദ്ദേഹം തെളിയിച്ചു. കുളിമുറിയിൽ കിടന്ന ഒരു വിദേശ ചുരുട്ടിന്റെ തുണ്ടിൽ നിന്നാണ് അദ്ദേഹം തെളിവുകൾക്കുള്ള പ്രഥമ കണ്ണി മെനഞ്ഞെടുത്തത്. അതിനുശേഷം അവൻ പലപ്പോഴും പുഷ്പരാജിന് ആ ഹോട്ടലിലെ മർമ്മപ്രധാനമായ പല രഹസ്യങ്ങളും ചോർത്തി കൊടുത്തുകൊണ്ടിരുന്നു. 6 മാസം മുമ്പ് ഹോട്ടലിന്റെ മുന്നിൽ കിടന്നിരുന്ന ഒരു ജീപ്പിന്റെ സ്റ്റെപ്പിനി ടയറിനുള്ളിൽ സ്വർണമാണെന്നുള്ള രഹസ്യം അവൻ എങ്ങനെയോ മനസ്സിലാക്കി വിവരം അദ്ദേഹത്തെ ഫോണിൽ ധരിപ്പിച്ചു. കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ആ സ്വർണം പിടിച്ചെടുക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. വരൂ സൗദാമിനി, നമുക്ക് ഡാൻസിംഗ് ഹാളിൽ പോകാം. അവിടെ ആരെങ്കിലും പരിചയമുണ്ടെങ്കിൽ സൂക്ഷിച്ചു കൊള്ളണം, അദ്ദേഹം അവൾക്ക് മുന്നറിയിപ്പ് നൽകി. ഗിത്താറിൽ നിന്നും പ്രവഹിച്ചുകൊണ്ടിരുന്ന പാശ്ചാത്യ സംഗീതം ചെറിയ സ്പീക്കറിൽ കൂടി പുറത്തേക്കും വ്യാപിച്ചിരുന്നു. അവരിരുവരും അധികം വെളിച്ചമില്ലാത്ത കോണിലേക്ക് നടന്നു. അവിടെവിടെയായി അറച്ചറച്ച് എരിഞ്ഞുകൊണ്ടിരുന്ന നീല ബൾബുകൾ ഇരുളുമായി മത്സരിച്ച് പരാജയപ്പെട്ടുകൊണ്ടിരുന്നു. കൃത്രിമമായി സൃഷ്ടിച്ച ആ അവ്യക്തതയിൽ ഒരു കോണോട് ചേർത്തിട്ടിരുന്ന മേശയുടെ പിന്നിൽ അവർ ഇരുന്നു. സർ, സ്റ്റുവേർഡ് വണങ്ങി. ബിയർ, ഐസ്, കോഫി, ചിപ്സ്, പുഷ്പരാജ് ഓർഡർ കൊടുത്തു.
ഒരു ചെറിയ ബുക്കിൽ കുറിച്ചെടുത്തുകൊണ്ടയാൾ മറഞ്ഞു. സ്റ്റേജിൽ വെളിച്ചമില്ലായിരുന്നു. അവിടെവിടെയായി ഇരുണ്ട രൂപങ്ങൾ പോലെ ചിലർ ഇരുന്ന് മദ്യം കഴിക്കുകയും ഇടയ്ക്ക് ചില ഫലിതങ്ങൾ പറഞ്ഞ് ചിരി വരുത്തിക്കൊണ്ടുമിരുന്നു. ആ കൂട്ടത്തിൽ സ്ത്രീകളും ഉണ്ടായിരുന്നു. ഒരു മേശയിൽ 2 പുരുഷന്മാരും ഒരു സ്ത്രീയും ഇരുന്ന് വില കൂടിയ ഒരു ഇന്ത്യൻ മദ്യം കഴിക്കുന്നത് അവർ കണ്ടു. കുറെ കാലമായി ഹോട്ടലിൽ വിദേശ നിർമ്മിതമായ മദ്യങ്ങൾ വിളമ്പാറില്ലായിരുന്നു. അതുകൊണ്ട് കള്ളക്കടത്തെന്ന പേരിൽ കുപ്പികളുടെ അടിവശം വെൽഡ് ചെയ്ത് തുളച്ച് നാടൻ മദ്യം കളർ ചേർത്ത് കയറ്റി വിറ്റ് അമിത ലാഭമുണ്ടാക്കുന്ന സമ്പ്രദായം നിലനിന്നിരുന്നു. ഏതായാലും ഈ കള്ളക്കടത്ത് പിടിക്കുവാൻ തുടങ്ങിയത് ഒരു വിധത്തിൽ അനുഗ്രഹമാണ്. പുഷ്പരാജ് ശബ്ദം താഴ്ത്തി പറഞ്ഞു. അതെന്താ? സൗദാമിനി മേശപ്പുറത്തിരുന്ന പ്ലാസ്റ്റിക് പൂക്കളിൽ വിരലൊടിച്ചുകൊണ്ട് ചോദിച്ചു. പലപ്പോഴും മദ്യത്തിലാണ് കൂടുതൽ പറ്റുന്നത്, അദ്ദേഹം തുടർന്നു. അതായത് വില കൂടിയ ചില വിദേശ മദ്യക്കുപ്പികൾ സംഭരിച്ച് അതിനുള്ളിൽ ഇവിടെയുള്ള മദ്യം നിറച്ച് അതേ രീതിയിലുള്ള അടപ്പ് കൃത്രിമമായി നിർമ്മിച്ചു ഭദ്രമാക്കുന്നു. അതിനുശേഷം അത് പരമരഹസ്യമായി കച്ചവടം നടത്തുന്നു. ഒരു കുപ്പി സ്കോച്ച് വിസ്കി വിറ്റാൽ ചിലപ്പോൾ 120 രൂപ ലാഭം കിട്ടും. കുടിക്കുന്നവൻ അത് ഏതാണെന്നുള്ള ധാരണയിൽ കഴിക്കുകയും ചെയ്യും. സ്റ്റുവാർഡ് അടുത്ത് വന്നപ്പോൾ പുഷ്പരാജ് നിശബ്ദനായി. പുറത്ത് ജലകണങ്ങൾ പറ്റിയിരിക്കുന്ന ബിയർ കുപ്പി മേശപ്പുറത്ത് എടുത്തു വെച്ച ശേഷം ട്രേയിൽ നിന്ന് അയാൾ കാപ്പിയും ഉരുളക്കിഴങ്ങ് പീസും മേശയിൽ നിർത്തി. ഹോട്ടലിന്റെ പേര് പ്രിന്റ് ചെയ്ത ഗ്ലാസ്സിൽ അയാൾ ബിയർ പകർന്നു വെച്ച ശേഷം ട്രേയുമായി അടുത്ത ടേബിളിനരികിലേക്ക് നീങ്ങി. ഗ്ലാസിന് പുറത്ത് മൂടൽമഞ്ഞ് ഉരുകുന്നത് ശ്രദ്ധിച്ചുകൊണ്ട് പുഷ്പരാജ് കുറേ സമയം ഇരുന്നു. Introducing the Italy's most famous cabaret dancer, ലിലിയ മാഗ്നോ. ഇറ്റലിയിലെ മികച്ചവരിൽ മികച്ചവളായ ലിലിയ മാഗ്നോയെ പരിചയപ്പെടുത്തുന്നു. അനൗൺസ്മെന്റ് മുഴങ്ങി. സംഗീതോപകരണങ്ങളുടെ ധ്വനി ഉച്ചത്തിലായി. താളമേളങ്ങൾക്ക് കൊഴുപ്പ് കൂടി വന്നു. അതിന്റെ പാരമ്യതയിൽ എല്ലാം ഒരു നിമിഷത്തേക്ക് നിശ്ചലമായി. സ്റ്റേജിൽ വിളക്ക് തെളിഞ്ഞു. അതാ അതാ അവിടെ കൂടിയിരുന്നവരുടെ വക്ത്രങ്ങളിൽ നിന്നും ധ്വനി ഉയർന്നു. ഒരു സ്വർണ്ണ സർപ്പം പോലെ സ്റ്റേജിൽ ലിലിയ പ്രത്യക്ഷപ്പെട്ടു. വെയിറ്റർമാർ മേശയ്ക്ക് സമീപം ഓടി നടന്നു. മദ്യക്കുപ്പികൾ ഒഴിഞ്ഞുകൊണ്ടിരുന്നു. രക്തത്തിന് ചൂട് നൽകിക്കൊണ്ട് ലിലിയ സ്റ്റേജിൽ ഒരു വെള്ളിമീൻ പോലെ തുള്ളി കളിച്ചു. പശ്ചാത്തല സംഗീതത്തിന്റെ ഈണത്തിനൊത്ത് അവളുടെ ശരീരത്തിൽ എഴുന്നു നിന്ന എല്ലാ അവയവങ്ങളും ചലിച്ചു. അവളെ എന്തു വില കൊടുത്തും ആസ്വദിക്കുവാനായി വെളിയിൽ നിന്ന് വന്ന കപ്പലിലെ ക്യാപ്റ്റന്മാർ കുതിച്ചു. അവൾ സാവധാനം സ്റ്റേജിൽ നിന്ന് താഴെ ഇറങ്ങി പ്രേക്ഷകരുടെ ഇടയിൽ വന്നു. അവൾ ചലിക്കുന്നതിനനുസരിച്ച് ഹാളിന്റെ മച്ചിൽ അതുവരെ സ്ഥാനമറിയാതിരുന്ന വിളക്കുകൾ തെളിഞ്ഞു മറിഞ്ഞ് അവൾക്ക് അകമ്പടി സേവിച്ചു. പലരോടും ചേർന്നു നിന്ന് അവൾ നിറച്ചുവെച്ച മദ്യഗ്ലാസുകൾ ഉയർത്തി അവരുടെ അതരത്തോടടുപ്പിച്ചു. അവളുടെ കരസ്പർശനമേറ്റ ഗ്ലാസുകളിൽ ചിലർ ചുംബിച്ചു, ചിലർ അവളുടെ കരതലത്തിൽ ചുംബിച്ചു. അതാ അവൾ ആ ചെറുപ്പക്കാരന്റെ കാതിലേതോ മന്ത്രിക്കുന്നു, സൗദാമിനി പുഷ്പരാജിനോട് പതുക്കെ പറഞ്ഞു. ഞാനും അത് കണ്ടു. അവനെ നമുക്ക് സൂക്ഷിക്കണം. പുഷ്പരാജ് ബിയർ ഗ്ലാസ് എടുത്ത് മുഖം മറച്ചു പിടിച്ചു. അവരും വന്നിട്ടുണ്ട്. എപ്പോഴാണ് അവർ അകത്ത് കിടന്നത്? വലതുവശത്ത് വിസ്കി കഴിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീയെയും പുരുഷനെയും സൗദാമിനി പുഷ്പരാജിന് കാണിച്ചു കൊടുത്തു. അവർ ഡാൻസിന് അല്പം മുമ്പ് കയറിയതാണ്. ഞാനത് കണ്ടിരുന്നു. പുഷ്പരാജ് ബിയർ ഗ്ലാസ് കാലിയാക്കി ഒരു കഷ്ണം ഉരുളക്കിഴങ്ങ് വറുത്തതെടുത്ത് വായിലിട്ട് ചവച്ചു. ആദ്യ ടേബിളിൽ ആദ്യം ഇരുന്നത് ഒരു സ്ത്രീയായിരുന്നു. അവളാണ് ആ കാണുന്ന വെള്ളക്കാരന്റെ അടുത്തിരുന്ന് അയാളുടെ കൈത്തലം തലോടിക്കൊണ്ടിരിക്കുന്നത്. പുഷ്പരാജ് ബിയർ കുപ്പി എടുത്ത് ഗ്ലാസ് ചരിച്ചു പിടിച്ച് അതിൽ വീഴ്ത്തി. എനിത്തിങ് മോർ? വെയിറ്റർ അടുത്തു വന്നു. നോ താങ്ക്സ്, പുഷ്പരാജ് മറുപടി നൽകി. ആ സ്ത്രീയുമായി അവർക്ക് ബന്ധമുണ്ട്. ആ സ്ത്രീക്ക് ക്യാപ്റ്റനുമായും. ഇതെല്ലാം മുൻകൂട്ടി തീരുമാനിച്ച പദ്ധതികളാണ്. ടേബിൾ റിസർവ് ചെയ്ത ശേഷം അവൾ തനിയെ അവിടെ ഇരിക്കുകയായിരുന്നു. പുഷ്പരാജ് അവർ രണ്ടുപേരെയും ശ്രദ്ധിച്ചുകൊണ്ട് പറഞ്ഞു. അതിനിടയ്ക്ക് നർത്തകി സാവധാനം ക്യാപ്റ്റന്റെ അടുത്തെത്തി എന്തോ അടക്കത്തിൽ പറയുന്നതായി പുഷ്പരാജിന് തോന്നി. അവിടെ നിന്ന് എഴുന്നേൽക്കാൻ വയ്യാത്ത ഒരു പരിതസ്ഥിതിയിൽ അകപ്പെട്ട് പുഷ്പരാജ് പരുങ്ങി. പെട്ടെന്ന് അവൾ തിരിഞ്ഞു നടന്ന് സ്റ്റേജിൽ കയറി തന്റെ കലാചാതുര്യം പ്രദർശിപ്പിക്കുവാൻ തുടങ്ങി. പ്രധാനമായും അത് മാദകലഹരി ഉദ്ദീപിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് പുഷ്പരാജിന് മനസ്സിലായി. വരൂ, നമുക്ക് ചിലത് ചെയ്തു തീർക്കുവാനുണ്ട്. പുഷ്പരാജ് സാവധാനം എണീറ്റ് പിന്നിലുള്ള വാതിൽ തുറന്ന് സൗദാമിനിയെയും കുട്ടി ഹാളിൽ നിന്നും പുറത്തിറങ്ങി. സൗദാമിനിക്ക് ഒരു വിവരം മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മുറിയിലേക്ക് നടക്കുന്നതിനിടയ്ക്ക് പുഷ്പരാജ് പറഞ്ഞു. എന്താണ്? അത് ഇറ്റലിക്കാരിയല്ല. ആ നർത്തകി ബോംബെയിൽ ഒരു ഹോട്ടലിലെ അഭിസാരികയാണ്. അവൾ ഇതിനു മുമ്പ് പ്രമാദമായ കള്ളക്കടത്ത് കേസിൽ ബന്ധപ്പെട്ടിട്ടുള്ളതായി എനിക്ക് നിശ്ചയമുണ്ട്.
പുഷ്പരാജ് അവളുമായി ബന്ധപ്പെട്ടവരെ ശ്രദ്ധിച്ചുകൊണ്ട് പറഞ്ഞു. താങ്കളെ അവൾ തിരിച്ചറിഞ്ഞു കാണുമോ? സൗദാമിനി സംശയം പ്രകടിപ്പിച്ചു. ഇല്ല, അവൾ അറിഞ്ഞിട്ടില്ല. അന്ന് ഞാൻ അവരെ പരിചയപ്പെടുമ്പോൾ ഈ വേഷത്തിലല്ലായിരുന്നു. നാം അല്പം മുമ്പ് പാർക്കിൽ വെച്ച് കണ്ട പുരുഷനുമായി അവൾക്ക് ബന്ധമുണ്ട്. ആ നർത്തകി ഈ ഹോട്ടലിൽ വന്നു ചേർന്നത് എന്തെങ്കിലും പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണെന്ന് തീർച്ചയാണ്. അവളുടെ ഗതിവിഗതികളെ കുറിച്ച് അറിയാൻ എന്താണ് മാർഗം? പുഷ്പരാജ് മേശപ്പുറത്തിരുന്ന ആശ്രയ അലസമായി തിരിച്ചുകൊണ്ട് പറഞ്ഞു. അതിന് ഞാനൊരു വഴി പറയാം. സൗദാമിനി ആലോചനയ്ക്ക് ശേഷം പറഞ്ഞു. എന്താണ്? പുഷ്പരാജ് അവളുടെ മുഖത്തേക്ക് കണ്ണോടിച്ചു. സ്റ്റേജിൽ അപ്പോഴും നൃത്തം തുടർന്നുകൊണ്ടിരുന്നു. വയലിന്റെ നേരിയ ശബ്ദം അന്തരീക്ഷത്തിലെ പരമാണുക്കളിൽ തട്ടി ചലനം സൃഷ്ടിച്ചു. ഹൃദയത്തിന്റെ നേരിയ ഭിത്തിയിൽ കൂടി ഉരസി കടന്നുകൊണ്ടിരുന്നപ്പോൾ ആ താളത്തിനൊത്ത് നർത്തകി തന്റെ ശരീരത്തിലെ കോരിത്തെറിപ്പിക്കുന്ന അവയവങ്ങൾ പ്രേക്ഷകരുടെ വികാരങ്ങളിൽ വെടിമരുന്ന് വിതറി അതിന് തീ കൊടുത്തു. ലൈറ്റ് പെട്ടെന്നണഞ്ഞു. ഒരു നിമിഷം വീണ്ടും തെളിഞ്ഞു. രംഗം ശൂന്യം. നർത്തകി ഒരു ഇന്ദ്രജാലത്തിൽ എന്ന പോലെ അപ്രത്യക്ഷമായി. ഡിറ്റക്റ്റീവ് പുഷ്പരാജ് വീണ്ടും അവിടെ കയറി വന്നു. ആ അവസരത്തിൽ സൗദാമിനി കൂടെ ഉണ്ടായിരുന്നില്ല. ഇന്ന് വരെ ആരും ദർശിച്ചിട്ടില്ലാത്ത ഒരു നൃത്തം ഇപ്പോ നിങ്ങൾക്ക് ദർശിക്കാവുന്നതാണ്. അനൗൺസ്മെന്റ് വീണ്ടും മുഴങ്ങി. രംഗം സാവധാനത്തിൽ ഇരുണ്ടു വന്നു. എല്ലാവരുടെയും നയനങ്ങൾ ഒരേ ബിന്ദുവിൽ കേന്ദ്രീകരിച്ചു. ഒരു അവ്യക്തമായ ചലനം സ്റ്റേജിൽ കാണപ്പെട്ടു. ഇരുണ്ടതുപോലെ രംഗം തെളിഞ്ഞു വന്നു. സൗദാമിനി. പുഷ്പരാജിന്റെ അതരം മന്ത്രിച്ചു. എന്ത് പ്രവർത്തിക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് സൗദാമിനി മുന്നറിയിപ്പ് നൽകിയിരുന്നില്ല. ഇതുപോലെ ഒരു സ്റ്റേജിൽ ഈ വേഷത്തിൽ അവർ നൃത്തം ചെയ്യുമെന്ന് പുഷ്പരാജ് ഒരിക്കലും ഊഹിച്ചില്ല. നീണ്ടു ചുരുണ്ടു കിടന്നിരുന്ന അവളുടെ കറുത്ത തലമുടിക്ക് പകരം ബ്രൗൺ നിറത്തിലുള്ള വിഗ് വച്ചിരുന്നു. ഇളം ചുവപ്പ് നൂലിൽ തിളങ്ങുന്ന നീലമുത്തുകൾ കോർത്ത ഒരു ബ്രേസിയറും ഷമ്മീസും അവൾ ധരിച്ചിരുന്നു. മയിലെണ്ണ മുക്കി ചൂട് പിടിപ്പിച്ച ഈർക്കിൽ പോലെ അവളുടെ ശരീരം വഴങ്ങിക്കൊണ്ടിരുന്നു. 5 മിനിറ്റിന് സമയത്തിന് ശേഷം അവൾ സാവധാനം ഇറങ്ങി ഹാളിലിരുന്ന അപരിചിതനായ സ്ത്രീയുടെയും പുരുഷന്റെയും അടുത്തെത്തി. അവൾ ഇരുവരെയും മാറി മാറി ശ്രദ്ധിച്ചു. അതിനുശേഷം മേശപ്പുറത്തിരുന്ന വാനിറ്റി ബാഗ് എടുത്ത് അതിന്റെ ഭംഗി പരിശോധിച്ചുകൊണ്ടിരുന്നു. അത് കയ്യിൽ വെച്ചുകൊണ്ട് കഴുത്തിലും മാറിടത്തിലും ഉരസി അവൾ കറങ്ങി കറങ്ങി പുഷ്പരാജിന്റെ അടുത്ത് വന്നു. അവിടെ 2 നിമിഷം നിന്ന ശേഷം വീണ്ടും പഴയപടി അവിടെ എത്തി ബാഗ് മേശപ്പുറത്ത് വെച്ചു. യുവാവിന്റെ കവിളിൽ കൂടി വിരൽ തലോടി. അവളുടെ തലമുടി അയാളുടെ മുഖത്തുകൂടി സ്പർശിക്കത്തക്ക വിധം അയാളുടെ അടുത്ത് ചെന്ന് മേശയിലിരുന്നു. വീണ്ടും അവൾ രംഗത്തെത്തി പിൻവശത്തുകൂടി മറിഞ്ഞു. സംഗീതത്തിന്റെ രീതി മാറി. ലൈല അടുത്ത പടിയായി കടന്നു വന്നു. പുഷ്പരാജ് പുറത്തിറങ്ങി മുറിയിലെത്തി. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു വാനിറ്റി ബാഗും ഉണ്ടായിരുന്നു. മേശപ്പുറത്ത് ബാഗ് വെച്ച ശേഷം അദ്ദേഹം തോക്കെടുത്ത് അതിനടുത്തായി വെച്ച ശേഷം ബാഗ് തുറന്നു. 2 കത്തുകളും ഒരു ചെറിയ കുപ്പിയും ഒരു ബ്ലാങ്ക് ചെക്കും അതിലുണ്ടായിരുന്നു. ചെക്കിലിട്ടിരുന്ന കയ്യൊപ്പിൽ പുഷ്പരാജ് കുറെ സമയം സൂക്ഷിച്ചു നോക്കി. അടിയിൽ യാതൊരു മുദ്രയുമില്ലാത്ത വിചിത്ര മാതൃകയിലുള്ള ഒരു കയ്യൊപ്പായിരുന്നു അത്. ആ കുപ്പിക്കുള്ളിൽ ചതുരാകൃതിയിൽ വെള്ളി പോലെ തിളങ്ങുന്ന 2 ഗുളികകൾ ഉണ്ടായിരുന്നു. സീല് ചെയ്തിരുന്ന ആ കുപ്പി തുറന്നു നോക്കുവാൻ അദ്ദേഹം ശ്രമിച്ചില്ല. വാതിലിൽ തട്ടുന്ന ശബ്ദമുയർന്നു. പുഷ്പരാജ് വാതിൽ തുറന്നു. ബാഗ് പരിശോധിച്ചു കഴിഞ്ഞുവോ? സൗദാമിനി ചോദിച്ചു. ഇതാ നോക്കൂ. പുഷ്പരാജ് അവളുടെ അരികിലേക്ക് നീക്കിവെച്ചു. സൗദാമിനി ആ ചെക്ക് ലീഫ് തിരിച്ചും മറിച്ചും നോക്കി. ബാങ്കുമായി ബന്ധപ്പെട്ട ഈ ചെക്ക് ആരുടേതാണെന്ന് മനസ്സിലാക്കാമായിരുന്നു, സൗദാമിനി അഭിപ്രായപ്പെട്ടു. അടുത്ത മുറിയിൽ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടു. അതാ അവർ വന്നിരിക്കുന്നു. പുഷ്പരാജ് ശബ്ദം താഴ്ത്തി പറഞ്ഞ ശേഷം കുളിമുറിയിൽ പോയി ടേപ്പ് റെക്കോർഡറിന്റെ മൈക്ക് ശരിയായി ക്രമീകരിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ച ശേഷം തിരികെ വന്നിരുന്നു. ടീപ്പോയിൽ വെച്ചിരുന്ന ടേപ്പ് റെക്കോർഡർ പ്രവർത്തിക്കാൻ തുടങ്ങി. ശബ്ദ തരംഗങ്ങളെ മാത്രം ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന പുതിയ രീതിയിലുള്ള ഒരു യന്ത്രമായിരുന്നു അത്. യന്ത്രം അരമണിക്കൂർ കഴിഞ്ഞ് നിശ്ചലമായി. അവർ ഉറങ്ങിയെന്നാണ് തോന്നുന്നത്. സൗദാമിനി എണീറ്റ് രാത്രി വസ്ത്രങ്ങൾ ധരിച്ച് മടങ്ങിയെത്തി. ആ സമയത്ത് ടേപ്പ് തിരികെ കറക്കിയ ശേഷം അദ്ദേഹം അവരുടെ സംഭാഷണം കേൾക്കുവാൻ തയ്യാറെടുത്തു. നമുക്ക് അല്പം മദ്യപിക്കാം. ഓഹോ, ഞാൻ ബോയിയെ വിളിക്കാം. വേണ്ട, എന്റെ കയ്യിലുണ്ട്, ഞാൻ കരുതിയിരുന്നു. ഗ്ലാസും കുപ്പിയും കൂട്ടിമുട്ടുന്ന ശബ്ദം. എവിടെ? കണ്ടില്ലല്ലോ. അയ്യോ, എന്റെ ബാഗ് മാറിയിരിക്കുന്നു. എവിടെ പോയി? എന്താണ്? എന്റെ വാനിറ്റി ബാഗ് മാറിപ്പോയിരിക്കുന്നു. എവിടെ വെച്ച് മാറിയതായിരിക്കും? ഒരുപക്ഷെ ക്ലബിൽ വെച്ചായിരിക്കും. രണ്ടാമത് നൃത്തം ചെയ്ത ആ സ്വർണ്ണ തലമുടിക്കാരി ഭൗതിയുടെ ബാഗ് എടുത്ത് കറക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അതിനവൾ തിരികെ മേശപ്പുറത്ത് വെച്ചിട്ടാണ് പോയത്. മുഖ്യമായി എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഉണ്ട്, ഒരു ബ്ലാങ്ക് ചെക്ക് കാണാതായിട്ടുണ്ട്. ബ്ലാങ്ക് ചെക്കോ? അതെ. അങ്ങനെയാണെങ്കിൽ നാളെ 10 മണിക്കകം ബാങ്കിലേക്ക് ഫോൺ ചെയ്യണം. ഏത് ബാങ്കിലേക്ക്? എന്താണ് ഭൗതി പറയുന്നത്?
ഏത് ബാങ്കിലേക്കാണെന്ന് അറിഞ്ഞുകൂടെ? ഇല്ല, ആ ചെക്ക് തന്നത് ആരാണെന്ന് കൂടി താൻ മറന്നിരിക്കുന്നു. ഏത് ബാങ്കിലേക്കാണെന്ന് നാളെ അത് കൊടുക്കുമ്പോൾ നോക്കിയാൽ മതിയെന്ന് കരുതി. അപ്പോ ഒരു വൻതുക ഭവതിക്ക് നഷ്ടമായിരിക്കുന്നു. സാരമില്ല, അത് കൊണ്ടുപോയ ആളെ ഞാൻ കണ്ടുപിടിക്കും. വേറെ എന്തെങ്കിലും നഷ്ടപ്പെട്ടോ? ചെക്കിനേക്കാളും പ്രാധാന്യമേറിയ ഒന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്താണ്? ഒരു മരുന്ന്. ടേപ്പ് റെക്കോർഡറിൽ പാശ്ചാത്യ സംഗീതത്തിന്റെ രാഗമുയർന്നു. അവർ തമ്മിൽ സംസാരിച്ചതിൽ നിന്ന് ഭവതി എന്താണ് അനുമാനിച്ചത്? പുഷ്പരാജ് സൗദാമിനിയോട് ചോദിച്ചു. ആ ബാഗിൽ ഉള്ളതെല്ലാം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു വൻ തുകയും. അതെങ്ങനെ? ഈ ചെക്ക് മാറിയാ പോരെ? അത് പാടില്ല. നമുക്ക് ഈ ചെക്ക് എഴുതിയ ആളെ കണ്ടുപിടിക്കണം. അതിന് ബാങ്കിൽ അന്വേഷിക്കണം. അടുത്ത മുറിയിൽ വാതിൽ തുറന്നടയുന്ന ശബ്ദം കേട്ടു. അവരുടെ മുറിയുടെ അടുത്തുകൂടി മടമ്പുയർന്ന ഷൂസിന്റെ ശബ്ദം അകന്നുപോയി. ഞാൻ ഉടനെ വരാം. ഡിറ്റക്റ്റീവ് പുഷ്പരാജ് സൗദാമിനിയെ തനിച്ച് മുറിക്കുള്ളിൽ എത്തിയ ശേഷം അവരെ പിന്തുടർന്നു. ഒരു നിഴൽ പോലെ അവർ ഗേറ്റ് കടന്ന് റോഡിലേക്ക് ഇറങ്ങി ഒരു ടാക്സി വിളിച്ചു. ടാക്സി മുന്നോട്ട് നീങ്ങി 2 മിനിറ്റ് കഴിഞ്ഞ് പുഷ്പരാജ് അതിനടുത്തായി കിടന്ന ഒരു ഫിയറ്റ് കാർ വിളിച്ച് അവരെ പിന്തുടർന്നു. വെണ്ടുരുത്തി പാലവും കടന്ന് കാർ എയർപോർട്ടിന് ഇരുവശത്തു കൂടി തുറമുഖത്തേക്ക് നീങ്ങി. നമ്പർ ശ്രദ്ധിച്ചുകൊണ്ട് പുഷ്പരാജ് ഡ്രൈവർക്ക് നിർദ്ദേശം കൊടുത്തുകൊണ്ടിരുന്നു. കാർ നിർത്തൂ, അദ്ദേഹം ഡ്രൈവറോട് പറഞ്ഞു. വണ്ടി നിന്നു. ഇവിടെ വെയിറ്റ് ചെയ്യൂ. ഞാൻ വന്നിട്ട് മാത്രമേ പോവാവൂ. ഇതിരിക്കട്ടെ. ഒരു 100 രൂപ നോട്ട് അയാളുടെ കയ്യിൽ വച്ചു കൊടുത്തു. അവർ രണ്ടുപേരും ഒരു വിദേശ കപ്പലിനെ ലാക്കാക്കി അവിടെ തന്നെ നിന്നു. അയാൾ തന്റെ കയ്യിലിരുന്ന ടോർച്ച് 3 തവണ തെളിച്ചു കൊടുത്തു. കപ്പലിൽ അതിന് പകരമായി അടയാളമുണ്ടായി. മിനിറ്റുകൾക്കകം ഒരു ചെറിയ ബോട്ട് തുറമുഖത്തടുത്തു. അതിൽ നിന്ന് ദീർഘകായനായ ഒരാൾ പുറത്തു വന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു, അയാൾ പറഞ്ഞു. അല്പം താമസിച്ചു. യുവതി അയാളുടെ കയ്യിലുണ്ടായിരുന്ന സൂട്ട് കേസ് ശ്രദ്ധിച്ചുകൊണ്ട് മറുപടി നൽകി. ഞാനും നിങ്ങളോടൊത്ത് വരുവാനാണ് നിർദ്ദേശം. അതിന്റെ ആവശ്യമില്ല, ഞങ്ങളെ ഏൽപ്പിച്ചാൽ മതി. ഭവതി തനിയെ വരുമെന്നായിരുന്നല്ലോ മുന്നറിയിപ്പ് നൽകിയിരുന്നത്. അങ്ങനെ സംഭവിച്ചു. അതുകൊണ്ടാണ് ഞാൻ വരാമെന്ന് പറഞ്ഞത്. ശരി, വന്നോളൂ. കാർ കൊണ്ടുവന്നിട്ടുണ്ട്. അവർ 3 പേരും കൂടി കാറിൽ കയറി. അവരുടെ ചെയ്തികളെ ശ്രദ്ധിച്ചുകൊണ്ട് ഒരു ബാരലിനടുത്തായി നിന്നിരുന്ന പുഷ്പരാജ് മുന്നോട്ട് നടന്ന് കാറിനടുത്തെത്തി. ആ കിടക്കുന്ന കാർ തിരിച്ചാലുടൻ അതിനെ സംശയിക്കാത്ത രീതിയിൽ പിന്തുടരണം, പുഷ്പരാജ് ഡ്രൈവറോട് പറഞ്ഞു. ചെറുപ്പക്കാരനായ ഡ്രൈവർക്ക് അതിനകം തന്നെ പുഷ്പരാജിനെ കുറിച്ച് മനസ്സിലായി. അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥനായിരിക്കുമെന്ന് അയാൾ ഊഹിച്ചു. കാർ മുന്നോട്ട് നീങ്ങി. ഉദ്ദേശം 60 അടി നീങ്ങിക്കഴിഞ്ഞപ്പോൾ അയാൾ സെൽഫ് ബട്ടണിൽ വിരലമർത്തി. പാലവും കടന്ന് നഗരവും കടന്ന് കാർ കിഴക്കോട്ട് അസ്ത്രം പോലെ പാഞ്ഞുകൊണ്ടിരുന്നു. അതിനിടയ്ക്ക് പല വാഹനങ്ങളും മുന്നിൽ വന്ന് അവരെ കടന്നുപോയി. അതുകൊണ്ട് മുന്നിലുള്ളവർക്ക് യാതൊരുവിധ സംശയവും ഉണ്ടായില്ല. അവർ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്, പുഷ്പരാജ് സ്വയം മന്ത്രിച്ചു. ആ രഹസ്യ സ്ഥാനത്തിന് 200 മീറ്റർ അകലെയുള്ള വളവിലെത്തിയപ്പോൾ അദ്ദേഹം കാർ നിർത്തുവാൻ ആവശ്യപ്പെട്ടു. ആ കാണുന്ന വൃക്ഷച്ചോട്ടിൽ കാർ മറിച്ചിട്ടുകൊള്ളണം. ഞാൻ ഉടൻ വരും, പുഷ്പരാജ് ഡ്രൈവർക്ക് നിർദ്ദേശം നൽകിയ ശേഷം പുറത്തിറങ്ങി. തന്റെ പോക്കറ്റിൽ സൂക്ഷിച്ചിരുന്ന വയർലെസ് യന്ത്രം അദ്ദേഹം പുറത്തെടുത്തു. 20 കിലോമീറ്ററിനുള്ളിൽ വിവരമറിയിക്കാവുന്ന അപൂർവമായ ആംബ്രോഡ്കാസ്റ്റിംഗ് റിസീവിംഗ് ഉപകരണത്തിൽ കൂടി നഗരത്തിൽ ഇതേ കേസിൽ തന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന സുധീറിന് അദ്ദേഹം തന്റെ അപ്പോഴത്തെ സ്ഥാനം അറിയിച്ചു. 1 മണിക്കൂറിനുള്ളിൽ എന്തെങ്കിലും വിവരം തന്നിൽ നിന്ന് ലഭിച്ചില്ലെങ്കിൽ യഥാസ്ഥാനത്ത് എത്തുവാനുള്ള വഴിയും വിശദമായി അറിയിച്ചു. കാർ ക്ഷേത്രത്തിന് മുന്നിൽ കിടക്കുന്നത് അദ്ദേഹം കണ്ടു. അവർ 3 പേരും ക്ഷേത്രത്തിലേക്ക് കയറി മറിഞ്ഞു. അദ്ദേഹം ആ വാഹനത്തിന്റെ ഡ്രൈവറുടെ അടുത്ത് ചെന്നു. ഈ സമയത്ത് നിങ്ങൾ എന്താണ് ഇവിടെ കിടക്കുന്നത്? അദ്ദേഹം അവനോട് ചോദിച്ചു. ഈ ക്ഷേത്രത്തിൽ 3 പേരെ കൊണ്ടുവന്നതാണ്, അവൻ ഉറക്കച്ചടവോടെ പറഞ്ഞു. എങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾ മടങ്ങിപ്പോയിക്കോളൂ. ഇതാ ഇവിടം വരെ വന്നതിനുള്ള പ്രതിഫലം. പുഷ്പരാജ് പോക്കറ്റിൽ നിന്ന് 200 രൂപ അവന്റെ കയ്യിൽ കൊടുത്തു. ഇത് പോരെ സർ, അവൻ നോട്ടുകൾ എണ്ണിക്കൊണ്ട് പറഞ്ഞു. നിങ്ങൾ എവിടെ നിന്നാണ് യാത്ര തിരിച്ചതെന്നും എവിടേക്ക് പോയെന്നും എനിക്കറിയാം. നിങ്ങൾ ഇതുവരെ കാറിൽ കൊണ്ടുവന്നവർ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? പുഷ്പരാജ് അല്പം ഭീഷണി ധ്വനിപ്പിക്കുന്ന സ്വരത്തെ ചോദിച്ചു. ഞാൻ എന്തിനറിയണം, അവൻ നിഷേധാർത്ഥത്തിൽ തിരിച്ചു ചോദിച്ചു. നിങ്ങൾ അറിയണം. അവർ പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കള്ളക്കടത്ത് സംഘത്തിൽ ഉൾപ്പെട്ടവരാണ്. അവരെ കുറെ മിനിറ്റുകൾക്കുള്ളിൽ അറസ്റ്റ് ചെയ്യും. ചിലപ്പോ നിങ്ങളും അതിൽ കുടുങ്ങിയെന്ന് വരും. എന്തു പറയുന്നു? ഉടൻ ഒരു വാൻ നിറയെ പോലീസ് പാഞ്ഞെത്തും. അതുകൊണ്ട് ഈ സംഭവത്തിൽ നിങ്ങളെ ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്, വിശ്വരാജ് ഇടയ്ക്കിടെ ക്ഷേത്രത്തിലേക്ക് കണ്ണയച്ചുകൊണ്ട് പറഞ്ഞു. പിന്നീട് അവൻ യാതൊരു മറുപടിയും പറഞ്ഞില്ല. കാർ സ്റ്റാർട്ട് ചെയ്ത് പിന്നോട്ടെടുത്ത് ഇടതുവശത്തേക്ക് വന്ന വഴിയെ അതിവേഗം ഓടിച്ചുപോയി.
പുഷ്പരാജ് തിരികെ താൻ വന്ന കാറിനടുത്തെത്തി. എന്താണ് സർ? അവൻ ചോദിച്ചു. നിങ്ങൾ ഒരു ഉപകാരം ചെയ്യണം. എന്ത് വേണം സർ? സാർ എന്ത് പറഞ്ഞാലും സാധിച്ചു തരും. സാർ ആരാണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഞാൻ ആരാണെന്നാണ് നിങ്ങൾ ധരിച്ചിരിക്കുന്നത്? സാർ ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ്. എങ്ങനെ മനസ്സിലാക്കി? ആ ഡ്രൈവറോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടിരുന്നു. അവൻ ഉടനെ അവിടെ നിന്ന് പോകുന്നതും കണ്ടു. ശരി, നിങ്ങൾക്ക് എന്നെ വിശ്വാസമുണ്ടെങ്കിൽ ഹോട്ടൽ സൈക്കോയുടെ മുന്നിൽ 2 മണിക്കൂറിനകം ഞാൻ കാർ എത്തിച്ചു തരാം. അത് വേണ്ട സർ. നാളെ രാവിലെ ഞാൻ അവിടെ വന്നുകൊള്ളാം. എങ്കിൽ കാറിൽ കയറിക്കൊള്ളൂ. നിങ്ങളെ ഞാൻ മെയിൻ റോഡിൽ കൊണ്ടുപോയി വിടാം. നിങ്ങൾക്കത് സൗകര്യമാവും. ഇവിടെ നിന്നും അങ്ങോട്ട് 3 കിലോമീറ്റർ ദൂരം വരും. പുഷ്പരാജ് തന്നെ കാർ ഡ്രൈവ് ചെയ്തു. പ്രധാന റോഡിലെത്തിയപ്പോൾ അദ്ദേഹം കാർ നിർത്തി. ഡ്രൈവർ പുറത്തിറങ്ങി. ശരി സർ, രാവിലെ കാണാം. അവൻ പടിഞ്ഞാറോട്ട് നടന്നു. ഡിറ്റക്റ്റീവ് പുഷ്പരാജ് കാറുമായി തിരികെ എത്തി. ഒരു സ്ത്രീയും പുരുഷനും ക്ഷേത്രത്തിന്റെ മുന്നിൽ നിൽക്കുന്നത് അദ്ദേഹം നിഴൽ പോലെ കണ്ടു. കാർ നിർത്തിയ ശേഷം അദ്ദേഹം അതിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങാതെ ഒരു സിഗരറ്റ് കൊളുത്തി. യുവതി അടുത്തെത്തി. ഇവിടെ മറ്റൊരു കാറുണ്ടായിരുന്നല്ലോ, അതെവിടെ പോയി? അവൾ അന്വേഷിച്ചു. ആ കാറിന്റെ ഡ്രൈവർ തന്നെയാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. ഞാൻ മെയിൻ റോഡിൽ കിടന്നപ്പോൾ അയാൾ വന്ന് വിളിച്ചുണർത്തി. അയാൾക്ക് അർജന്റായി എവിടെ പോകണമെന്ന് പറഞ്ഞു. പുഷ്പരാജ് ഡ്രൈവറായി അഭിനയിച്ചു. വളരെ നന്നായി, ഞങ്ങളും വരുന്നു. യുവതിയും കപ്പലിൽ നിന്ന് കയറിയ ആളും കാറിൽ പ്രവേശിച്ചു. ഹോട്ടലിൽ അവരോടൊപ്പം ഉണ്ടായിരുന്ന ആളെ കാണാത്തതിൽ പുഷ്പരാജിന് സംശയം ജനിച്ചു. ചിലപ്പോ അയാൾ ക്ഷേത്രത്തിനകത്തെ ഗുഹയ്ക്കുള്ളിൽ കാണുമെന്ന് അദ്ദേഹം ഊഹിച്ചു. എങ്ങോട്ടാണ് പോവേണ്ടത്? പുഷ്പരാജ് തിരക്കി. ഹോട്ടൽ സൈക്കോ. യുവതി മറുപടി നൽകി. ആകാവുന്ന വേഗതയിൽ അദ്ദേഹം കാർ വായിച്ചു. അവരെ ഹോട്ടലിന്റെ വാതിൽക്കൽ ഇറക്കിയ ശേഷം അദ്ദേഹം കുറെ സമയം കൂടി കാറിലിരുന്നു. ആ സ്ത്രീ നൽകിയ 100 രൂപ നോട്ടിന്റെ നമ്പർ ശ്രദ്ധിച്ച ശേഷം അദ്ദേഹം പോക്കറ്റിൽ നിക്ഷേപിച്ചു. അവർ കണ്ണിൽ നിന്ന് മറിഞ്ഞപ്പോൾ സ്വിച്ച് കീ ഊരിയെടുത്തുകൊണ്ട് അദ്ദേഹം ഹോട്ടലിൽ കയറി തന്റെ മുറിയിലെത്തി. സൗദാമിനി അദ്ദേഹത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. എന്തുണ്ട് വിശേഷം? അവൾ ചോദിച്ചു. തന്റെ യാത്രയിൽ നടന്നതൊക്കെ പുഷ്പരാജ് ചുരുക്കി പറഞ്ഞു കേൾപ്പിച്ചു. അടുത്ത മുറിയിൽ ഒരു കപ്പൽ ജോലിക്കാരനും പഴയ യുവതിയും വന്നിട്ടുണ്ട്. ആ മുറിയിൽ ആദ്യമുണ്ടായിരുന്ന ചെറുപ്പക്കാരൻ ആ പഴയ ക്ഷേത്രത്തിനുള്ളിലാണ്. അവന് എന്ത് സംഭവിച്ചുവെന്ന് ഞാൻ അന്വേഷിച്ചിട്ട് ഉടൻ വരുന്നതാണ്. പുഷ്പരാജ് പെട്ടെന്ന് മുറിയിൽ നിന്ന് പുറത്തു കടന്ന് ഗേറ്റിലെത്തി. സർ, ഹോട്ടൽ ബോയ് വിളിച്ചു. എന്താണ്? അദ്ദേഹം തിരിഞ്ഞു നിന്നു. ഒരു കവർ ഒരു സ്ത്രീ തന്നിട്ട് പോയതാണ്. അവരെവിടെ? കവർ തുറക്കുന്നതിന് മുമ്പായി അദ്ദേഹം ചോദിച്ചു. അവർ ഒരു കാറിലാണ് വന്നത്. കാറിന്റെ നമ്പർ ഓർമ്മയുണ്ടോ? ഞാൻ ശ്രദ്ധിച്ചു, പക്ഷേ ലൈറ്റ് ഇല്ലാതിരുന്നുകൊണ്ട് കാണാൻ കഴിഞ്ഞില്ല. അതിവേഗം പോവുകയും ചെയ്തു. പുഷ്പരാജ് കവർ തുറന്ന് പരിശോധിച്ചു. അതിനുള്ളിൽ ഒരു നീല കടലാസിൽ ഒറ്റ വാചകം മാത്രം എഴുതിയിരുന്നു. പിൻവാങ്ങുന്നത് നല്ലത്. അതിന് ചുവട്ടിൽ അലക്ഷ്യമായി വരച്ച ഒരു കഴുകന്റെ ചിത്രവും. ഒരിക്കൽ കൂടി ആ വാക്യത്തിലും ചിത്രത്തിലും കണ്ണോടിച്ച ശേഷം പുഷ്പരാജ് കാറിൽ കയറി ക്ഷേത്രത്തിലേക്ക് തിരിച്ചു. പരിചയമുണ്ടായിരുന്നതുകൊണ്ട് അതിന്റെ അടിത്തട്ടിൽ എത്തുവാൻ അദ്ദേഹത്തിന് വിഷമം നേരിട്ടില്ല. അന്ന് താൻ കഴിഞ്ഞ മുറിയിൽ അദ്ദേഹം എത്തി ടോർച്ച് തെളിച്ചു നോക്കി. അദ്ദേഹം ഞെട്ടി തിരിഞ്ഞുപോയി. ഹോട്ടൽ മുറിയിൽ ആ യുവതിയോടത്ത് കണ്ട യുവാവ് തല ചതഞ്ഞ് രക്തത്തിൽ കുളിച്ച് അവിടെ കിടന്നിരുന്നു. ഒരു കരിങ്കല്ല് കൊണ്ട് ശക്തിയായി താടന ഏൽപ്പിച്ച് വധിച്ചതുപോലെ അത്യന്തം ദയനീയമായിരുന്നു അയാളുടെ കിടപ്പ്. അധിക സമയം ആ മരണഗൃഹത്തിൽ നിൽക്കുവാൻ അദ്ദേഹത്തിന്റെ ഹൃദയനില അനുവദിച്ചില്ല. കഴിയുന്നതും വേഗം പുറത്തു കടക്കണമെന്ന ചിന്തയോടെ മൃതശരീരത്തിൽ ഒരു തവണ കൂടി നോക്കിയ ശേഷം അദ്ദേഹം പുറത്തു കടന്നു. തന്റെ കയ്യിൽ ഉണ്ടായിരുന്ന വയർലെസ് രന്ധം പുറത്തെടുത്ത് ഡിറ്റക്റ്റീവ് സുധീറുമായി ബന്ധപ്പെടുവാൻ അദ്ദേഹം ശ്രമിച്ചു. നിർഭാഗ്യത്താൽ അതിന് കഴിഞ്ഞില്ല. സുധീർ എന്തോ പ്രത്യേക ആവശ്യത്തിനു വേണ്ടി സ്ഥലം വിട്ടതായിരിക്കുമെന്ന് അദ്ദേഹം ഊഹിച്ചു. മറ്റൊരു കേന്ദ്രവുമായി അദ്ദേഹത്തിന് ബന്ധപ്പെടുവാൻ സാധിച്ചില്ല. തന്റെ കൈവശം ഉള്ളതുപോലെയുള്ള യന്ത്രം സുധീറിന്റെ കൈവശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തിരിച്ചു പോകുവാൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചു. നഗരത്തിലെത്തി കൺട്രോൾ റൂമിലേക്ക് അദ്ദേഹം ഡയൽ ചെയ്തു. ക്ഷേത്രത്തിന്റെ അടിത്തട്ടിൽ മരണമടഞ്ഞു കിടക്കുന്ന യുവാവിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്തു. ആ പ്രവൃത്തി ആര് ചെയ്തുവെന്ന് അദ്ദേഹത്തിന് നിശ്ചയമുണ്ടായിരുന്നെങ്കിലും അത് തെളിയിക്കാനുള്ളതൊന്നും അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. അന്ന് രാത്രി സൗദാമിനിയുമായി ഒരു മുറിയിൽ കഴിഞ്ഞെങ്കിലും അവർ രണ്ടുപേരും ഒരിക്കലും തെറ്റിലേക്ക് വഴുതി വീണില്ല. അതിനു മുമ്പ് പലരുമായും പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിലും തന്റെ കൃത്യനിർവഹണത്തിൽ അവരുമായി സഹകരിക്കുകയല്ലാതെ തന്റെ ഔദ്യോഗിക നിലവാരത്തിൽ നിന്ന് ഒരിക്കലും അദ്ദേഹം താണിരുന്നില്ല. ഏതെങ്കിലും അപരിചിതയായ സ്ത്രീയുമായി ബന്ധപ്പെടുമ്പോൾ തനിക്ക് മുമ്പുണ്ടായ അനുഭവം അദ്ദേഹം ഓർക്കാറുണ്ടായിരുന്നു. ഒരിക്കൽ ബോംബെയിൽ കുപ്രസിദ്ധമായ ഒരു കൊലപാതകമുണ്ടായി. ഭാരിച്ച സ്വത്തുള്ള ഒരു കുടുംബത്തിലെ ഏതോ അവകാശി വധിക്കപ്പെട്ടു. സ്ലോ പോയിസൺ നൽകി വധിച്ചതായി മെഡിക്കൽ റിപ്പോർട്ടുണ്ടായി. എന്നാൽ മരണപ്പെട്ടയാൾ
സ്വന്തം വസതിയിൽ നിന്ന് ആഹാരം കഴിച്ചതായി ഗൃഹത്തിലുള്ള പരിചാരികമാർ മൊഴി നൽകി. പിന്നെ എവിടെ നിന്ന് വിഷം ഉള്ളിൽ ചെന്നു എന്നുള്ളത് ഒരു തർക്ക വിഷയമായി നിലകൊണ്ടു. പരേതന്റെ ലൈബ്രറി തെരഞ്ഞപ്പോൾ അതിനിടയിൽ നിന്ന് മരണത്തിന് തലേ ദിവസം വരെ എഴുതിയിരുന്ന ഒരു ഡയറി കണ്ടുകിട്ടി. അതിൽ പേര് പറഞ്ഞിട്ടില്ലാത്ത ഒരു സ്ത്രീയുമൊത്ത് പല ദിവസവും ആഹാരം കഴിച്ചിരുന്നതായി രേഖപ്പെടുത്തിയിരുന്നു. എവിടെ വെച്ച് കഴിച്ചിരുന്നതായി എഴുതിയിട്ടില്ല. കുറ്റാന്വേഷണ വകുപ്പിന് അതൊരു തലവേദനയായി. അങ്ങനെയിരിക്കെ മരിച്ചയാളുമായി വളരെ അകന്ന ബന്ധത്തിലുള്ള ഒരാൾ ഐക്യനാടുകളിൽ നിന്ന് ഉപരിപഠനാനന്തരം തിരിച്ചു വന്നു. ആ വമ്പിച്ച സ്വത്തിനെല്ലാം പിന്നീടുള്ള ഏക അവകാശി അയാൾ മാത്രമായിരുന്നു. 5 വർഷക്കാലമായി ഒരിക്കലും ഇന്ത്യയിൽ വന്നിട്ടില്ലാത്ത അയാളാണ് അതിന് പിന്നിലെന്ന് ആർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയിരിക്കെ ഡോളർ മാറിക്കൊടുക്കുന്ന ഒരാൾ പോലീസിന്റെ പിടിയിൽപ്പെട്ടു. ഒരു സ്ത്രീ പതിവായി അയാളുമായി ഡോളർ എക്സ്ചേഞ്ച് ചെയ്തു വരുന്നതായി അയാൾ വെളിപ്പെടുത്തി. ആ സ്ത്രീയെക്കുറിച്ചുള്ള യാതൊരു വിവരങ്ങളും അയാൾക്ക് അറിയില്ലായിരുന്നു. അന്വേഷണം മുറയ്ക്ക് നടന്നു. ഡിറ്റക്റ്റീവ് പുഷ്പരാജ് കേസ് ഏറ്റെടുത്തു. യാദൃശ്ചികമായി ഒരു ബാങ്കിൽ വെച്ച് പുഷ്പരാജ് ആ യുവതിയെ കാണാനിടയായി. അവൾ എന്തോ ഒളിക്കുവാൻ ഭാവിക്കുകയാണെന്ന് മനസ്സിലാക്കിയ പുഷ്പരാജ് അവൾ അറിയാതെ അവളെ പിന്തുടർന്നു. ഒരു ക്ലബിൽ വെച്ച് ആ കുടുംബത്തിലെ അവകാശിയായ മനുഷ്യനെയും ആ യുവതിയെയും ഒന്നിച്ച് കണ്ടുമുട്ടി. അവർ തമ്മിൽ ദീർഘകാല പരിചയമുള്ളതുപോലെ കാണപ്പെട്ടു. ഒരു ദിവസം യുവതി പുഷ്പരാജിന്റെ മുറിയിൽ കയറി വന്നു. അവളുടെ പിതാവിനെ ആരോ കൊലപ്പെടുത്തിയെന്നും അത് നിമിത്തം തനിക്കുള്ള വസ്തുവകകൾ നഷ്ടപ്പെട്ടുവെന്നാണ് അവൾ പറഞ്ഞത്. മരിച്ച ആളുടെ ഒരു വെപ്പാട്ടിയിലുണ്ടായ സന്താനമാണ് അവളെന്നും അമേരിക്കയിൽ നിന്ന് മടങ്ങിയെത്തിയ ഒരാൾ അത് കൈവശമാക്കാനുള്ള ഒരുക്കമാണെന്നും അവൾ ധരിപ്പിച്ചു. താൻ അന്വേഷിക്കുന്ന കേസ് തന്നെയാണെന്ന് ബോധ്യമായപ്പോൾ അദ്ദേഹം അവളെ കൂടുതൽ ശ്രദ്ധിക്കുവാൻ തുടങ്ങി. ഒടുവിൽ അന്വേഷണം മുറുകി വന്നപ്പോൾ അവൾ തന്നെയാണ് ഇതിന്റെ സൂത്രധാരകയെന്ന് ബോധ്യമായി. അതിനുശേഷം എപ്പോഴും ഒരു മാർജിൻ നൽകി മാത്രമേ അദ്ദേഹം സ്ത്രീകളോട് ഇടപഴകാറുള്ളായിരുന്നുള്ളൂ. കത്ത് വീണ്ടും അദ്ദേഹം തുറന്നു നോക്കി. ആ കഴുകന്റെ ചിത്രമാണ് അദ്ദേഹത്തെ കൂടുതൽ ആകർഷിച്ചത്. മരിച്ച ആളുമായി ഈ കത്തിന് ബന്ധമുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നി. കത്തെഴുതിയ ആളെ കണ്ടുപിടിച്ചാൽ എല്ലാം ഭംഗിയായി കലാശിക്കുമെന്നുള്ള ബോധ്യത്തോടെ അത് മടക്കി അദ്ദേഹം പോക്കറ്റിൽ നിക്ഷേപിച്ച ശേഷം ക്ഷേത്രത്തിലേക്ക് കാർ ഓടിച്ചു പോയി. പോലീസ് ജീപ്പ് അവിടെ കിടക്കുന്നത് വളവ് തിരിഞ്ഞപ്പോൾ അദ്ദേഹം കണ്ടു. കാർ ക്ഷേത്രത്തിന്റെ തണലിലിട്ട ശേഷം അദ്ദേഹം നേരെ അങ്ങോട്ട് നടന്നു. താങ്കളെ കാത്തിരിക്കുകയായിരുന്നു, ഇൻസ്പെക്ടർ ഒരു സിഗരറ്റ് കൊളുത്തിക്കൊണ്ട് പറഞ്ഞു. ശരി, നമുക്ക് പോയി നോക്കാം. പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പുറത്തു നിർത്തിയ ശേഷം ഇൻസ്പെക്ടറും പുഷ്പരാജും അടിത്തട്ടിലേക്ക് ഇറങ്ങി വന്നു. മുറിയിലെത്തിയ ശേഷം അദ്ദേഹം ടോർച്ച് തെളിച്ചു. എവിടെ? ഇൻസ്പെക്ടർ ചോദിച്ചു. ഇതാ ഇവിടെ കിടന്നിരുന്നു. ഉത്കണ്ഠ നിറഞ്ഞ ഹൃദയത്തോടെ ചുറ്റുപാടും അദ്ദേഹം പരതി നോക്കി. 1 മണിക്കൂർ മുമ്പ് അവിടെ ഉണ്ടായിരുന്ന മൃതദേഹം അപ്രത്യക്ഷമായിരിക്കുന്നത് അദ്ദേഹം കണ്ടു. അതാ രക്തം വാർന്നൊഴുകി കിടക്കുന്നു. ആ കാണുന്ന കരിങ്കൽ കൊണ്ടാണ് തലയ്ക്കടിച്ചു കൊന്നിട്ടുള്ളത്. പുഷ്പരാജ് അവിടെ കാണപ്പെട്ട തെളിവുകളിലേക്ക് കൈ ചൂണ്ടി. രക്തം അവിടെ എവിടെയായി തളം കെട്ടി കിടന്നിരുന്നു. അതിനുപയോഗിച്ച പ്രാകൃതമായ ആയുധവും അവിടെ കിടന്നിരുന്നു. പക്ഷേ അതിനിരയായ ശരീരം അവിടെ നിന്ന് നീക്കം ചെയ്യപ്പെട്ടിരുന്നു. ഇനി എന്തു ചെയ്യും? ആ 2 പോലീസ് അധികാരികളുടെ മസ്തിഷ്കത്തിൽ ചോദ്യചിഹ്നങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി മിന്നിമറഞ്ഞ് തെളിഞ്ഞുകൊണ്ടിരുന്നു. ഇനി അതെവിടെയാണെന്ന് കണ്ടുപിടിച്ചേ മതിയാവൂ, ഇല്ലെങ്കിൽ നമുക്ക് തന്നെ കുറച്ചിലാണ്. ഇൻസ്പെക്ടർ തിരിഞ്ഞ് പടിക്കെട്ടുകൾ കയറി. ഒരു കാര്യം ചെയ്യാം, ഇവിടെ 2 പോലീസുകാർ നിൽക്കട്ടെ, നമുക്ക് അന്വേഷിക്കാം. ആരും അറിയാതെ ക്ഷേത്രത്തിന്റെ പിന്നിൽ മറഞ്ഞിരിക്കുകയും ആരെങ്കിലും വന്നാൽ ശ്രദ്ധിക്കുകയും വേണം. വരുന്നവരെ അറസ്റ്റ് ചെയ്താലും വേണ്ടില്ല. പുഷ്പരാജ് ടോർച്ച് തെളിച്ച് ആ ക്ഷേത്രത്തിലേക്കുള്ള വഴിച്ചാലിൽ സൂക്ഷിച്ചു നോക്കി. ഇതാ ഒരു പുതിയ വീൽ ട്രാക്ക്. ഒരുപക്ഷെ മൂടിക്കെട്ടിയ വാനായിരിക്കും. അതിലായിരിക്കും മൃതശരീരം നീക്കം ചെയ്തിട്ടുള്ളത്. ഇതിന്റെ അവസാനം കണ്ടുപിടിക്കുവാൻ ഞാൻ ശ്രമിക്കാം. പുഷ്പരാജ് ഉറപ്പ് നൽകിയ ശേഷം കാറിൽ കയറി. ആൾതാമസമില്ലാത്ത ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു കെട്ടിടത്തെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഈ രാത്രിയിൽ അവിടെ തന്നെ ഒരു അന്വേഷണം നടത്തി നോക്കാമെന്ന് അദ്ദേഹം നിശ്ചയിച്ചു. നഗരത്തിൽ നിന്ന് 20 മൈൽ കിഴക്കായി യാത്ര ചെയ്ത് അല്പം തെക്കോട്ട് സഞ്ചരിച്ചാൽ വിശാലമായൊരു വയലിന് നടുക്കുള്ള കെട്ടിടത്തിൽ എത്തുവാൻ കഴിയും. അവിടെ ഇതിനു മുമ്പ് പലപ്പോഴും അജ്ഞാത മൃതദേഹങ്ങൾ കണ്ടിട്ടുണ്ട്. അഭിസാരികളായ ചില സ്ത്രീകൾ നഗരത്തിലെത്തുന്ന അപരിചിതരായ വിദേശികളെ പണമുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ ഈ സുരക്ഷിത സ്ഥാനത്തേക്ക് കൂട്ടിക്കൊണ്ടുവരാറുണ്ട്. അതിന് പറ്റിയ ടാക്സികളുമുണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞാൽ അയാളുടെ കഥ കഴിഞ്ഞത് തന്നെ. ഒരിക്കലും കേസിന് തുമ്പ് കിട്ടുകയുമില്ല. അദ്ദേഹം കാർ ആ സ്ഥലത്തേക്ക് തിരിച്ചുവിട്ടു. കോൺക്രീറ്റ് പാത വിട്ട് അദ്ദേഹം വലത്തോട്ടുള്ള ഇടവഴിക്ക് തിരിഞ്ഞു. അരണ്ട പ്രകാശം പരന്നിരുന്ന വയലിന് മധ്യഭാഗത്തായി ഇരുൾ പതിയിരിക്കുന്ന ആ കെട്ടിടം മധ്യകാലഘട്ടത്തിലെ ഒരു കോട്ട പോലെ ഉയർന്നു നിന്നു. ഒരു ബ്രിട്ടീഷുകാരന്റെ വകയായ ആ കെട്ടിടത്തിൽ അയാളുടെ മരണത്തിന് ശേഷം ആരും താമസിച്ചിട്ടില്ല.
അയാൾ വെടിവെച്ച് സ്വയം മരിക്കുകയാണ് ഉണ്ടായത്. അവിടെ എവിടെയായി കല്ലുകൾ ഇളകി കൊഴിഞ്ഞു പോയിട്ടുള്ള ആ വീട്ടിനുള്ളിൽ വളരെ ജാഗ്രതയോടെ കടന്നില്ലെങ്കിൽ ഏതു നിമിഷവും ആപത്ത് സംഭവിക്കാവുന്നതാണ്. കാറ് വഴിയുടെ ഓരം ചേർത്തിട്ട ശേഷം അദ്ദേഹം ടോർച്ചുമായി വരമ്പിലേക്ക് ഇറങ്ങി. അവിടെ നിന്നുകൊണ്ട് റോഡിലേക്ക് ടോർച്ച് തെളിച്ച് സൂക്ഷിച്ചു നോക്കി. വീൽ ട്രാക്ക്, അദ്ദേഹം സ്വയം പറഞ്ഞു. അവർ അവിടെ തന്നെ വന്നു ചേർന്നിട്ടുള്ളതിന് അത് തെളിവായിരുന്നു. ഇനിയുള്ള ഓരോ കാൽവെപ്പും വളരെ ജാഗ്രതയോടെ നീങ്ങിയിട്ടില്ലെങ്കിൽ ആപത്തുറപ്പാണെന്നുള്ള വിശ്വാസത്തോടെ അദ്ദേഹം മുന്നോട്ട് നടന്നു. അതിനുള്ളിൽ ആരെങ്കിലും കാണുവാൻ വഴിയുണ്ട്. ഒരു കുഴി വെട്ടി അത് മറവ് ചെയ്യുവാൻ സമയമായിട്ടില്ലെന്ന് അറിയാമായിരുന്നതുകൊണ്ട് അദ്ദേഹം ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് നടന്നു. ക്ഷേത്രത്തിനുള്ളിൽ താൻ ഇതിനു മുമ്പ് ചെന്നിട്ടുണ്ടെന്നുള്ള വിവരം അവർ മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കണം മൃതശരീരം മാറ്റിക്കളഞ്ഞതെന്ന് അദ്ദേഹത്തിന് തീർച്ചയായി. ചിലപ്പോൾ ആ യുവതിയായിരിക്കണം വിവരം അവരെ ധരിപ്പിച്ചത്. അതോ സൗദാമിനി ആയിരിക്കുമോ? പുഷ്പരാജിന്റെ അന്തരംഗത്തിൽ നിന്ന് ഒരു പുതിയ ചോദ്യം ഉയർന്നുവെന്ന് അദ്ദേഹത്തിന് മാർഗതടസ്സമുണ്ടാക്കി. താൻ മുറിയിൽ നിന്ന് പോയതിനു ശേഷം അവൾ തന്റെ എതിരാളികൾക്ക് വിവരം നൽകിയതായിരിക്കുമോ എന്ന് അദ്ദേഹത്തിന് സംശയം ജനിച്ചു. സൗദാമിനിയായി താൻ ബന്ധപ്പെട്ട നാൾ മുതൽ ഓരോ ദിവസത്തെക്കുറിച്ചും അവളുടെ പെരുമാറ്റത്തെക്കുറിച്ചും അദ്ദേഹം ഒരു നിമിഷം ചിന്തിച്ചു. തനിക്ക് ആപത്ത് നേരിടുന്ന പല സന്ദർഭങ്ങളിലും അവൾ തക്ക സമയത്ത് പറന്നെത്താറുള്ളത് അദ്ദേഹം ഓർമ്മിച്ചു. ഹോട്ടൽ സൈക്കോയുടെ അടിത്തട്ടിൽ അവൾ തന്നെ രക്ഷിക്കുവാനായി കടന്നു വന്ന രംഗം അദ്ദേഹത്തിന്റെ സ്മൃതിപഥത്തിൽ തെളിഞ്ഞു. ആകെക്കൂടി അവളുടെ പെരുമാറ്റം ഒരു കടങ്കഥ പോലെ അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. ഒരു മാർജാറിന്റെ പദചലനത്തോട് തുല്യമായ കാലടികളോടെ ആ കെട്ടിടത്തിന്റെ വരാന്തയിലേക്ക് പുഷ്പരാജ് കാലെടുത്തു വെച്ചു. അടുത്തുള്ള തൂണിൽ ഇടതുകാരം സ്പർശിച്ചപ്പോൾ പൊടിഞ്ഞു നിന്ന ഉണങ്ങിയ പായൽ കുമ്മായത്തോടു കൂടി ചേർന്ന് അടർന്നു വീണു. കൂട്ടിയിട്ടിരുന്ന ആകൃതി നശിച്ച കല്ലുകൾക്കിടയിലൂടെ രാത്രികാലങ്ങളിൽ സഞ്ചരിക്കുന്ന ഏതോ ഒരു ഇഴജന്തു ഓടി അകലുന്ന ശബ്ദം അദ്ദേഹം കേട്ടു. പതുക്കെ പെട്ടെന്ന് ഒരു ശബ്ദം അകത്തു നിന്നും ഉയർന്നു. ആ വിളക്ക് താഴ്ത്തിപ്പിടിക്കൂ. മറുപടി. മണ്ണിൽ മമ്മട്ടി പതിയുന്ന ധ്വനി അതിനോടൊപ്പം കെട്ടിടത്തിന്റെ അന്തർഭാഗത്തു നിന്നും കേട്ടു. ആ മൃതശരീരം മറവ് ചെയ്യാനുള്ള ഒരുക്കമാണെന്ന് മനസ്സിലാക്കിയ പുഷ്പരാജ് പാദങ്ങൾ നിരക്കി നീക്കിക്കൊണ്ട് ശബ്ദം പൊന്തിക്കൊണ്ടിരിക്കുന്ന ഭാഗത്തേക്ക് നീങ്ങി. നോവലിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റു സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. വീണ്ടും കാണാം. നന്ദി.